ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർഫസ് ടെൻഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ സർഫസ് ടെൻഷൻ എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSC, SSC, UPSC തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം തന്നെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിന് മുമ്പ് നമുക്ക് സർഫസ് ടെൻഷനെ കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും ഒന്ന് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സർഫസ് ടെൻഷൻ എന്താണെന്ന് നോക്കാം. സർഫസ് ടെൻഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൽഫബറ്റ് എന്ന് പറയുന്നത് T ആണ്. ഡെഫിനിഷൻ നോക്കാം. സർഫസ് ടെൻഷൻ T ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ ദ സർഫസ് ഓഫ് എ ലിക്വിഡ് ആൻഡ് ഇറ്റ് ആക്ട്സ് ടാൻജൻഷ്യലി ടു ദ സർഫസ് ട്രൈങ് ടു മിനിമൈസ് ദ സർഫസ് ഏരിയ. അതായത് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ലിക്വിഡിൻ്റെ സർഫസിൽ യൂണിറ്റ് ലെങ്ത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ്. ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ ദ സർഫസ് ഓഫ് എ ലിക്വിഡ്. മാത്രമല്ല ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും അനുഭവപ്പെടുന്നത്? ഇറ്റ് ആക്ട്സ് ടാൻജൻഷ്യലി ടു ദ സർഫസ്. അതായത് സർഫസിന് ടാൻജൻഷ്യലായിട്ടാണ് ഈ ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ട്രൈങ് ടു മിനിമൈസ് ദ സർഫസ് ഏരിയ. ടാൻജൻഷ്യലായിട്ട് അനുഭവപ്പെട്ട് ആ ലിക്വിഡിൻ്റെ സർഫസ് ഏരിയ എപ്പോഴും കുറയ്ക്കാൻ ശ്രമിക്കുന്ന വിധത്തിലായിരിക്കും ഈ ഫോഴ്സ്, സർഫസ് ടെൻഷൻ എന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഫോർമുല നമുക്ക് നോക്കാം. T = F/L. F എന്ന് വെച്ചാൽ ഫോഴ്സ്, L എന്ന് വെച്ചാൽ ലെങ്ത്ത്. ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ സർഫസ് ടെൻഷൻ. അതിപ്പോൾ T = F/L. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ഇൻവേഴ്സ് ആണ്. അതുപോലെ ഡയമെൻഷൻ എന്ന് പറയുന്നത് m(t⁻²) അല്ലെങ്കിൽ m/t² എന്ന് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് സർഫസ് ടെൻഷൻ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിക്ചർ തന്നേക്കുന്നത്. ഈ പിക്ചറിൽ എന്താ തന്നേക്കുന്നത്? ലിക്വിഡാണ്. ഒരു ലിക്വിഡിൻ്റെ മോളിക്കുലാർ റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ എന്താണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസൊക്കെ ഇങ്ങനെ മോളിക്യൂൾസ് വെച്ചിട്ട് അടയാളപ്പെടുത്തി പഠിച്ചിട്ടില്ലേ? അതായത് സോളിഡ്സിൽ ഇങ്ങനെ അടുങ്ങിയിരിക്കും, ലിക്വിഡ്സിൽ ചെറിയ ഗ്യാപ്പ്, ഗ്യാസിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഇട്ട്. അതുപോലെ ലിക്വിഡിൻ്റെതാണ് ഈ തന്നേക്കുന്നത്. ആ ഡാർക്ക് ബ്ലൂ കളർ സർക്കിൾസാണ് ലിക്വിഡ് മോളിക്യൂൾസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ലിക്വിഡ് മോളിക്യൂൾസിനെ എല്ലാം നോക്കിക്കേ, ഒരു വൈറ്റ് ആരോ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തേക്കുന്നുണ്ടോ? അതെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ മോളിക്യൂൾസിന് എല്ലാ വശത്തേക്കും എന്തുണ്ട്? എല്ലാ വശത്തേക്കും ഈക്വലി ഫോഴ്സ് കൊടുക്കുവാണ്, അല്ലെങ്കിൽ എല്ലാ വശത്തു നിന്നും ഒരു പുള്ളുണ്ട്. പക്ഷേ ആ സർഫസിലെ മോളിക്യൂൾസിന് നിങ്ങൾ ശ്രദ്ധിച്ചു, അതിന് മുകളിലോട്ട് പുള്ളില്ല. ബാക്കി എല്ലാ മോളിക്യൂൾസിനും മുകളിലോട്ട് ആരോ ഉണ്ട്, പക്ഷേ സർഫസിന് മുകളിലോട്ടില്ല. കാരണം എന്താ? മുകളിൽ വേറെ വാട്ടർ ഇല്ലല്ലോ, വേറെ മോളിക്യൂൾസ് ഇല്ല പുള്ള് ചെയ്യാൻ. അതുകൊണ്ട് ഈ സർഫസിന് ടാൻജൻഷ്യലായിട്ട് ഈ സർഫസിലോട്ട് ആ സൈഡ് വൈസിലോട്ട് മാത്രമേ പുള്ളുള്ളൂ. സൈഡ് വൈസിലോട്ടും പിന്നെ താഴോട്ടും ഉള്ളിലോട്ടും. അതുകൊണ്ടാണ് ഈ ലിക്വിഡ് സർഫസ് എന്താണ്, ഒരു സ്ട്രെച്ച് ചെയ്ത ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ നിൽക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ കൊച്ചു പ്രാണികളൊക്കെ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത്? അതായത് മുങ്ങിപ്പോവാതെ അതിൻ്റെ സർഫസിലൂടെ. അതിൻ്റെ കാരണവും സർഫസ് ടെൻഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് പിക്ചോറിയലായിട്ട് റെപ്രസെൻ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പിക്ചറിൻ്റെ കൂടുതൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ പിക്ചറിൽ കണ്ട കാര്യങ്ങളാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ലിക്വിഡ് മോളിക്യൂൾസ് ഇൻസൈഡ് ദ ബൾക്ക് എക്സ്പീരിയൻസ് ഈക്വൽ അട്രാക്റ്റീവ് ഫോഴ്സസ് ഫ്രം ഓൾ സൈഡ്സ്. ദാറ്റ് ഈസ് നെറ്റ് ഫോഴ്സ് വിൽ ബി 0. അതായത് ലിക്വിഡ് മോളിക്യൂൾസിൻ്റെ ഉള്ളിലുള്ള, അതായത് ബൾക്കിലുള്ള മോളിക്യൂൾസിനെല്ലാം എന്താണ്, എല്ലാ വശത്തുനിന്നും ഒരേപോലെ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ് ഫോഴ്സ് എന്തായിപ്പോവും? 0 ആയിപ്പോവും. എല്ലാ വശത്തുനിന്നും എന്താ, ബാലൻസ്ഡ് ഫോഴ്സസ് ആണ്. എല്ലാ വശത്തുനിന്നും ഈക്വലായിട്ട് ഫോഴ്സസ്. അപ്പോൾ അടുത്ത നോക്കിക്കേ. ബട്ട് മോളിക്യൂൾസ് അറ്റ് ദ സർഫസ് ആർ പുൾഡ് ഇൻവേർഡ്, നോ മോളിക്യൂൾസ് എബോവ്. അതായത് സർഫസിലുള്ള മോളിക്യൂൾസിന് എന്താണ്, ഉള്ളിലോട്ട് ഇൻവേർഡ് പുൾ മാത്രമേ ഉള്ളൂ, മുകളിലോട്ട് പുള്ളില്ല. കാരണം എന്താണ്? മുകളിൽ മോളിക്യൂൾസ് ഇല്ലാത്തതുകൊണ്ട്. അതിന് സൈഡ് വൈസ് ആയിട്ടും ഇൻവേർഡ് ആയിട്ടുള്ള പുള്ളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ദ സർഫസ് ബിഹേവ്സ് ലൈക്ക് എ സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ. അതുകൊണ്ട് തന്നെ ഈ സർഫസ് എന്താണ്, ഒരു വലിച്ച് സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മെംബ്രെയിൻ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത് ലിക്വിഡ് സർഫസസ്. അപ്പോൾ നോക്കിക്കേ. ഹെൻസ് എ ലിക്വിഡ് ടെൻസ് ടു റെഡ്യൂസ് ഇറ്റ്സ് സർഫസ് ഏരിയ
ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് സർഫസ് ടെൻഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഉള്ളിലോട്ടാണ് പുള്ളല്ലേ, ഇൻവേർഡാണ് പുള്ളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലിക്വിഡ് എപ്പോഴും തൻ്റെ സർഫസ് ഏരിയ കുറയ്ക്കുന്ന രീതിയിലായിരിക്കും ഇരിക്കുക. ഈ പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സർഫസ് ടെൻഷൻ്റെ കുറച്ച് എവ്രിഡേ എക്സാമ്പിൾസ് ആണ്. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന സർഫസ് ടെൻഷൻ്റെ ഫലമായിട്ടുള്ള കുറച്ച്, അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ്റെ എഫക്റ്റായിട്ടൊക്കെ വരുന്ന കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിക്കുക. ആദ്യത്തേത്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആർ സ്പിറിക്കൽ, ദാറ്റ് ഈസ് സ്മോളസ്റ്റ് സർഫസ് ഏരിയ ഫോർ എ ഗിവൻ വോളിയം. നമ്മൾ പറഞ്ഞു സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോഴ്സാണ്. ആ ഫോഴ്സ് എപ്പോഴും എന്താണ്, ആ ലിക്വിഡിൻ്റെ സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതായത് സർഫസ് ഏരിയ എപ്പോഴും കുറഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ഗിവൻ വോളിയത്തിൽ ഏത് ഷേപ്പിലാണ് ഏറ്റവും ചെറിയ സർഫസ് ഏരിയ ഉണ്ടായിരിക്കുക, എപ്പോഴും സ്പിറിക്കൽ ഷേപ്പിനായിരിക്കും കുറവ് സർഫസ് ഏരിയ. അതുകൊണ്ടിട്ടാണ് ലിക്വിഡ് ഡ്രോപ്സിനൊക്കെ എന്ത് ഷേപ്പാവുന്നത്, സ്പിറിക്കൽ ഷേപ്പാവുന്നത്, ഇൻ ഓർഡർ ടു മിനിമൈസ് ദെയർ സർഫസ് ഏരിയ. എന്ത് കാരണമാണ്, സർഫസ് ടെൻഷൻ കാരണം. അപ്പോൾ ഇനി അടുത്തത് നോക്കിക്കേ, ഇൻസെക്ട്സ് ക്യാൻ വോക്ക് ഓൺ വാട്ടർ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അതായത് വാട്ടർ സ്ട്രൈഡേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു തരം ചെറിയ പ്രാണികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, വെള്ളത്തിന് മുകളിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നത്. ആ ഇൻസെക്ട്സിനൊക്കെ നടക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, വെള്ളത്തിന് മുകളിലൂടെ സർഫസ് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ്. സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ജലത്തിൻ്റെ സർഫസ് അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ഒരു സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇവയ്ക്കൊക്കെ അതിന് മേലോടെ നടക്കാൻ പറ്റുന്നത്. അടുത്ത നോക്കിക്കേ, കാപ്പിലറി റൈസ് ഇൻ തിൻ ട്യൂബ്സ്. കാപ്പിലറി റൈസ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, എന്താണ്, നാരോ ട്യൂബ്സിലൂടെയൊക്കെയുള്ള വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് ഉയരുന്നതിനാണ് നമ്മൾ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ തിൻ ട്യൂബ്സിലൂടെയുള്ള കാപ്പിലറി റൈസും പോസിബിൾ ആക്കുന്നത് ആര് കാരണമാണ്, സർഫസ് ടെൻഷൻ കാരണമാണ്. അടുത്തത് നോക്കിക്കേ, സോപ്പ് ബബിൾസ് ഫോം തിൻ സ്പിറിക്കൽ ഫിലിംസ്. അതായത് സോപ്പ് ബബിൾസും എന്ത് ഷേപ്പാണ് അക്യൂർ ചെയ്യുന്നത്, സ്പിറിക്കൽ ഷേപ്സാണ് അക്യൂർ ചെയ്യുന്നത്. അതും സർഫസ് ടെൻഷൻ്റെ ഫലമാണ്. ഇനി അടുത്തത് നോക്കിക്കേ, ഡിറ്റർജൻസ് റെഡ്യൂസ് സർഫസ് ടെൻഷൻ, ക്ലീനിങ് ഈസിയർ. അതായത് നമ്മൾ തുണി കഴുകുമ്പോഴൊക്കെ എന്താണ്, ഡിറ്റർജൻസ് അല്ലെങ്കിൽ സോപ്പൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്തിനാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ സോപ്പ് ഉപയോഗിക്കുന്നത്, വെറുതെ വെള്ളത്തിലങ്ങ് കഴുകിയാൽ പോരെ. അപ്പോൾ നമ്മൾ പറയും സോപ്പ് ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ ക്ലീൻ ആവുമെന്ന്. കാരണം എന്താ, ഈ സോപ്പ് ഈ വാട്ടറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ലിക്വിഡിൻ്റെ എന്ത് കുറയ്ക്കും, സർഫസ് ടെൻഷൻ കുറയ്ക്കും. സോപ്പ് ഡിറ്റർജൻ്റൊക്കെ എന്താ ചെയ്യുന്നത്, വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ കുറയ്ക്കും. അതുവഴിയാണ് ക്ലീനിങ് ഈസിയർ ആവുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സർഫസ് ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫോർമുലാസ് ആൻഡ് റിലേഷൻസ് ആണ്. ഇതെവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പം നമുക്ക് ആദ്യത്തെ നോക്കാം, സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ നമുക്കറിയാം, എന്താണ് ഫോർമുല, T = F/L അല്ലേ, ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത്, അതറിയാം. ഇനി അടുത്ത ആളിനെ നോക്കാം, സർഫസ് എനർജി. അതായത് ലിക്വിഡ് സർഫസിൽ എന്തുണ്ട്, ഒരു എനർജി ഉണ്ട്. കാരണം എന്താണ്, അവിടെ ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലേ നമ്മൾ ലിക്വിഡ് സർഫസ്. കാരണം എന്താ, അവിടെ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം മുകളിലോട്ട് അതിന് പുള്ളില്ല, ഇൻവേർട്ട് പുള്ളാണ്. അപ്പം സർഫസിൽ ഒരു എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ എനർജി കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് E = TA. T എന്ന് പറഞ്ഞാൽ എന്താണ്, സർഫസ് ടെൻഷൻ. A എന്ന് പറഞ്ഞാൽ ആ ഏരിയ. ഇനി അടുത്തത് വർക്ക് ഡൺ പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, T = W/ΔA. അതായത് T എന്ന് വെച്ചാൽ എന്താണ്, സർഫസ് ടെൻഷൻ. അതായത് സർഫസ് ടെൻഷനും വർക്ക് ഡൺ പെർ യൂണിറ്റ് ഏരിയയും എന്താണ്, സെയിം ആണ്. രണ്ടുപേരുടെയും വാല്യൂസ് എന്താണ്, സെയിം ആണ്. അപ്പോൾ ഇവിടെ ΔA എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ സർഫസിൽ വരുത്തുന്ന അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡിൽ വരുത്തുന്ന സ്മോൾ ഏരിയ ചേഞ്ച്, അതായത് ആ ഏരിയയിൽ ഉണ്ടാക്കുന്ന മാറ്റം, അതാണ് ΔA എന്ന് പറയുന്നത്. അതെങ്ങനെ നമ്മൾ ഏരിയയിൽ മാറ്റം വരുത്തുന്നത്, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സോപ്പ് ബബിൾസ് ഉണ്ടാക്കുമല്ലോ ഇങ്ങനെ, അല്ലെങ്കിൽ വേണ്ട കൊച്ചു പിള്ളേരൊക്കെ കളിക്കുമല്ലോ ബബിൾസ് ഊതിയിട്ട്. അപ്പോൾ അതിലെന്താ, നമ്മൾ ഊതുമ്പോൾ എന്താണ്, സർഫസ് ഏരിയ കൂടെയല്ലേ അതിൻ്റെ, അങ്ങനെ നമ്മൾ കൂട്ടുന്നത്. ആ ഒരു ചെറിയ വ്യത്യാസം, അതാണ് ΔA എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ് അടുത്തത്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്, അതായത് സർഫസ് ടെൻഷനും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ.
നോക്കിക്കേ, ഫോർമുല നോക്കിക്കേ, ടി ഈസ് ഈക്വൽ ടു T0 1 - ആൽഫ ടി. ഇവിടെ ടി എന്ന് പറയുന്നത് നമ്മുടെ സർഫസ് ടെൻഷനാണ്, ഇപ്പോഴത്തെ സർഫസ് ടെൻഷൻ. T0 എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ സർഫസ് ടെൻഷൻ, അതായത് ടെമ്പറേച്ചറൊക്കെ കൂട്ടുന്നതിന് മുമ്പുള്ള സർഫസ് ടെൻഷനാണ് T0. ഇനി നോക്കിക്കേ, ആൽഫ എന്ന് പറയുന്നത് ഇവിടെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് സർഫസ് ടെൻഷനാണ്. ആൽഫയുടെ അടുത്ത് കിടക്കുന്ന ടി എന്താണ്? ടെമ്പറേച്ചറാണ്. അപ്പോൾ എന്താ നമുക്ക് ഈ ഇക്വേഷൻ നിന്ന് മനസ്സിലാവുന്നത്? സർഫസ് ടെൻഷൻ ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ആര് കുറയും? സർഫസ് ടെൻഷൻ കുറയും. അതായത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് പറ്റും? ലിക്വിഡ് മോളിക്യൂൾസിന് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ സർഫസിലുള്ള സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിസിറ്റി എന്ത് ചെയ്യും? അങ്ങ് കുറയും. ആ ഇലാസ്റ്റിക് എഫക്റ്റ് കുറയും. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കാം, ക്യാപ്പിലറി റൈസ്. എന്താണ് ക്യാപ്പിലറി റൈസ് എന്ന് അറിയാമല്ലോ. തിൻ നാരോ ട്യൂബിലൂടെ എന്താണ് ലിക്വിഡ്സ് റൈസ് ചെയ്യുന്ന ഒരു ഫെനോമിനനാണ് ക്യാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുല നോക്കിക്കേ, H = 2T cos θ/r(ρg). അതായത് H എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ലിക്വിഡ് എത്രത്തോളം ഉയരുന്നു, ലിക്വിഡിൻ്റെ ആ റൈസ് അല്ലെങ്കിൽ ഫോളാണ് H കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ലിക്വിഡ് ആൻഡ് ട്യൂബാണ്. അതായത് ലിക്വിഡും ട്യൂബും തമ്മിലുള്ള ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എത്രയെന്ന് കാണിക്കുന്ന ആ അളവാണ് തീറ്റ എന്ന് പറയുന്നത്. ആ ആംഗിൾ എത്രയാണെന്ന് കാണിക്കുന്നത്. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ ട്യൂബ്, ആ ട്യൂബിൻ്റെ റേഡിയസ് എത്രയാണ്? R. റോ എന്ന് പറഞ്ഞാൽ അതിൽ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി. G എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഹൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ റേഡിയസ് ആൻഡ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇവിടെ എന്താണ്? ക്യാപ്പിലറി റൈസിൻ്റെ ഹൈറ്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ട്യൂബിൻ്റെ റേഡിയസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. എങ്ങനെയാണ് റേഡിയസും ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കൂടിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ക്യാപ്പിലറി റൈസ് കുറഞ്ഞു പോവും. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കൂടിയ ക്യാപ്പിലറി റൈസ് കുറഞ്ഞു പോകും. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കുറഞ്ഞിരിക്കണം എപ്പോഴും, ക്യാപ്പിലറി റൈസ് ഒരുപാടാവാൻ വേണ്ടിയിട്ട്. അതുപോലെ റേഡിയസും എങ്ങനെയായിരിക്കും? റേഡിയസ് ഓഫ് ദ ട്യൂബ് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം ക്യാപ്പിലറി റൈസ് ഉണ്ടാവും. അടുത്തത് നമ്മളിപ്പോൾ പറഞ്ഞ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിനെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നോക്കാം. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലിക്വിഡ് സർഫേസ് ആൻഡ് ദ സോളിഡ് സർഫേസ് ഇൻസൈഡ് ദ ലിക്വിഡ് determines whether the liquid will wet the surface or not. അതായത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലിക്വിഡ് ഒരു ഗ്ലാസ് ടംബ്ലറിനകത്ത് എടുത്തെന്ന് വെച്ചോളൂ. ആ ലിക്വിഡിൻ്റെ സർഫസും ഈ ഗ്ലാസ് ടംബ്ലറിൻ്റെ സർഫസും തമ്മിൽ തൊട്ടിരിക്കുന്ന ഒരു പോയിൻ്റ് കാണൂലേ, ആ പോയിന്റിൽ അവർ തമ്മിലുണ്ടാക്കുന്ന ആ ഒരു ആംഗിളാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ വെള്ളമൊക്കെ എടുക്കുകയാണെങ്കിൽ എന്താണ്, നമുക്കങ്ങനെ ആംഗിളൊന്നും വലുതായിട്ട് കാണില്ല. എന്താണ്, വളരെ ചെറിയ ആംഗിളായിരിക്കും, അങ്ങ് ചേർന്നിരിക്കുന്ന കണക്ക് നമുക്ക് തോന്നും അല്ലേ. അതേ സമയത്ത് നമ്മൾ മെർക്കുറിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയൊരു വ്യത്യാസം കാണാം. അതായത് ആ ടംബ്ലറിൻ്റെ വോളും ഈ മെർക്കുറിയും തമ്മിൽ എന്താണ്, ചെറിയൊരു ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും, അകന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കൂടുതലാണ്. അപ്പോൾ ഈ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റാണ് എന്ത് തീരുമാനിക്കുന്നത്? ഈ സർഫസിനെ നമ്മൾ വെറ്റ് ചെയ്യിക്കുകയോ ഇല്ലയെന്ന്. അതായത് ഈ ലിക്വിഡ് ആ ഗ്ലാസ് ടംബ്ലറിൻ്റെ സർഫസിനെ നനയിക്കുകയോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഈ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചേ. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കുറഞ്ഞിരുന്നാലാണ് എന്ത് പറ്റുന്നത്? കൂടുതൽ വെറ്റാവുന്നതല്ലേ. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കൂടിയിരുന്നാൽ എന്താണ്, അകന്നല്ലേ നിൽക്കുന്നത്, അപ്പോൾ അതത്ര വെറ്റ് ചെയ്യിക്കില്ല. ഇത് കോമൺ സെൻസ് വെച്ച് പറഞ്ഞാണ്. ഇനി ഈ ടേബിൾ ഒന്ന് നോക്കാം. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അഡിസീവ് ഫോഴ്സും കൊഹിസീവ് ഫോഴ്സും എന്താണെന്ന് അറിയാമല്ലോ. അറിഞ്ഞുകൂടെങ്കിൽ ഒന്ന് പറയാം. അഡിസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ് അഡിസീവ് ഫോഴ്സ്. ഫോർ എക്സാമ്പിൾ വാട്ടർ മോളിക്യൂൾസും ഗ്ലാസിൻ്റെ മോളിക്യൂൾസും തമ്മിലുള്ള അട്രാക്ഷൻ നമുക്ക് അഡിസീവ് ഫോഴ്സ് എന്ന് പറയാം. കൊഹിസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? സെയിം കൈൻഡ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ് കൊഹിസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വാട്ടറിൽ തന്നെയുള്ള അതിൻ്റെ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ് എന്ത്? കൊഹിസീവ് ഫോഴ്സ് അല്ലെങ്കിൽ കൊഹിസീവ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, കൊഹിഷൻ എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് വേണം നമുക്ക് ഈ ടേബിൾ നോക്കാൻ. അപ്പോൾ നോക്കിക്കേ, ലിക്വിഡ് സർഫസിൽ അഡ്ഹസീവ് ഫോഴ്സാണ് കൊഹിസീവ് ഫോഴ്സിനെക്കാളും കൂടുതൽ എങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ എന്ന് പറയുന്നത് <90 ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് ആര്? വാട്ടർ ഓൺ ഗ്ലാസ് അല്ലേ. വാട്ടർ ഓൺ ഗ്ലാസ് എന്താണ്? വെറ്റ് ചെയ്യിക്കും അല്ലേ. എന്താണ്? ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് 90 ഡിഗ്രിക്കാളും കുറവാണ്. അവിടെ ഗ്ലാസ്സിനെ വാട്ടർ വെറ്റ് ചെയ്യിക്കും. ഇനി അടുത്ത കേസ് നോക്കിക്കേ, കൊഹിഷൻ ഈസ് ഗ്രേറ്റർ ദാൻ അഡിഷൻ. അതായത് അവിടെ എന്താണ്? സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനേക്കാളും കൂടുതൽ. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ആവും. ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ ആരാണ്? മെർക്കുറി ഓൺ ഗ്ലാസ്. അപ്പം എന്താണ്? ഗ്ലാസ്സിൽ മെർക്കുറി എടുക്കുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? നനയുന്നില്ല. മെർക്കുറി എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൂടി ചേർന്നല്ലേ ഇരിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ മെർക്കുറി? നമ്മൾ ഡിഗ്രിക്കൊക്കെ എന്താണ് എക്സ്പെരിമെൻ്റൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതെന്താണ്? ഗ്ലാസ്സിനെ വെറ്റ് ചെയ്യിക്കുന്നില്ല മെർക്കുറി. ഈ ഒരു ഐഡിയ മനസ്സിൽ വേണം കേട്ടോ. ഇത് ബേസ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ടേ. അപ്പോൾ നമുക്കിനി ക്യാപ്പിലാരിറ്റി കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. വെൻ എ capillary tube is dipped in a liquid, water rises. That is called as capillary rise. The condition for capillary rise is the angle of contact theta should be less than 90 degree. അതായത് നമ്മളൊരു കാപ്പിലറി ട്യൂബ് ഒരു ലിക്വിഡിനകത്ത് എന്താണ് ഡിപ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതിലൂടെ ആ ലിക്വിഡ് റൈസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ വാട്ടർ എന്ത് ചെയ്യും? കാപ്പിലറി റൈസാണ് കാണിക്കുന്നത്. കാരണം എന്താ? വാട്ടറിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് <90 ഡിഗ്രി ആണ്. അതേ സ്ഥാനത്ത് നമ്മൾ കാപ്പിലറി ട്യൂബ് ഡിപ്പ് ചെയ്യുന്നത് മെർക്കുറിയിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? കാപ്പിലറി ഡിപ്രഷനാണ് അവിടെ നടക്കുന്നത്. അവിടെ റൈസ് അല്ല, ഫോളാണ് ഉണ്ടാവുന്നത്. കാരണം എന്താ? മെർക്കുറിയുടെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് അവിടെ കാപ്പിലറി ഡിപ്രഷനാണ് നടക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കുറഞ്ഞിരിക്കുമ്പോഴാണ് എന്ത് സാധ്യമാകുന്നത്? കാപ്പിലറി റൈസ് കൂടുന്നത്. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കൂടിയാലോ കാപ്പിലറി റൈസും കുറയും. അതായത് കാപ്പിലറി ഫോൾ അല്ലെങ്കിൽ ഡിപ്രഷൻ വരും. അപ്പോൾ നോക്കിക്കേ, അതിൻ്റെ ഫോർമുല എന്തായിരുന്നു? H = 2t cos theta by r rho g, where H = height ആണ് H എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി റൈസ് ഓർ ഫോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അടുത്തത് ടി എന്താണ്? സർഫസ് ടെൻഷൻ. ആർ എന്താണ്? റേഡിയസ് ഓഫ് ദ ട്യൂബ്. റോ എന്ന് പറയുന്നത് ലിക്വിഡിൻ്റെ ഡെൻസിറ്റി. ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റി. അപ്പോൾ ഇവിടെ എന്ത് നമുക്ക് മനസ്സിലാക്കാം? H എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കാപ്പിലറി റൈസ് എന്ന് നമുക്കിപ്പോൾ പറയാം. അപ്പോൾ എന്താണ്? തീറ്റ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കുറഞ്ഞാൽ റൈസ് ചെയ്യും അല്ലേ. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കുറഞ്ഞാൽ റൈസ് ചെയ്യും. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കൂടിയാൽ ഫോൾ ആയിരിക്കും. അതുപോലെ റേഡിയസ്, ട്യൂബിൻ്റെ റേഡിയസ്. അപ്പോൾ വലിയ റേഡിയസ് കൂടിയതിലായിരിക്കുമോ കാപ്പിലറി റൈസ്? കുറഞ്ഞതിലായിരിക്കുമോ കാപ്പിലറി റൈസ്? കുറഞ്ഞതിലായിരിക്കും. അതായത് ട്യൂബ് എത്രത്തോളം നാരോ ആയിരിക്കുന്നോ അത്രത്തോളം റൈസും ആയിരിക്കും. അടുത്തത് നോക്കിക്കേ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സർഫസ് ടെൻഷൻ. അതായത് സർഫസ് ടെൻഷനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് നോക്കിക്കേ, നേച്ചർ ഓഫ് ലിക്വിഡ്. അതായത് ഏത് തരം ലിക്വിഡ് ആണെന്നുള്ളത് എന്തിനെ ബാധിക്കുന്നു? സർഫസ് ടെൻഷനെ ബാധിക്കുന്നു. കാരണം എന്താണ്? എല്ലാ ലിക്വിഡ്സിനും ഒരേ സർഫസ് ടെൻഷൻ അല്ല, വ്യത്യസ്തമാണല്ലേ. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു എന്താണ്? വാട്ടറിന് വേറെ സർഫസ് ടെൻഷൻ, മെർക്കുറിക്ക് വേറെ സർഫസ് ടെൻഷനും അല്ലേ. അതേ കണക്ക്. അതുകൊണ്ട് നേച്ചർ ഓഫ് ലിക്വിഡ് ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത് നോക്കിക്കേ, മെർക്കുറി ഗ്രേറ്റർ ദാൻ വാട്ടർ ഗ്രേറ്റർ ദാൻ ആൽക്കഹോൾ. അതായത് സർഫസ് ടെൻഷൻ എന്താണ്? ഏറ്റവും കൂടുതൽ ആർക്കാണ്? മെർക്കുറിക്കാണ്. അത് കഴിഞ്ഞാൽ വാട്ടർ, അത് കഴിഞ്ഞാൽ ആൽക്കഹോൾ. അടുത്ത ഫാക്ടർ നോക്കാം, ടെമ്പറേച്ചർ എന്താണ്? നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് പറ്റും? സർഫസ് ടെൻഷൻ കുറയും അല്ലേ. അടുത്തത് ഇമ്പ്യൂരിറ്റീസ് എന്താണ്? എന്തെങ്കിലും അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചേർക്കുന്നത് കാരണം എന്താണ്? സർഫസ് ടെൻഷൻ കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. മേ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡിപ്പെൻഡിങ് ഓൺ ടൈപ്പ്. അതായത് ഏത് ടൈപ്പ് ഇമ്പ്യൂരിറ്റി ആണോ എന്നത് ബേസ് ചെയ്തിട്ട് സർഫസ് ടെൻഷൻ കുറയാം അല്ലെങ്കിൽ കൂടാം.
അപ്പോൾ സർഫസ് ടെൻഷൻ കുറയുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ്? ഡിറ്റർജൻസും സോപ്സും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സർഫസ് ടെൻഷൻ കുറയും. അതുപോലെ സർഫസ് ടെൻഷൻ കൂട്ടുന്ന ആൾക്കാരാണ് സോൾട്ട്സ്, ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ഇല്ലേ. അതായത് നമ്മുടെ സോഡിയം ക്ലോറൈഡൊക്കെ വെള്ളത്തിൽ ചേർത്ത് അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിന് എന്തായിരിക്കും? സർഫസ് ടെൻഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ മാക്സിമം സർഫസ് ടെൻഷൻ അറ്റ് റൂം ടെമ്പറേച്ചർ? അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ സർഫസ് ടെൻഷൻ എന്നാണ് ചോദ്യം. ഏതിനാണ്? വാട്ടറിനാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ വാട്ടറിനാണ് ഏറ്റവും കൂടുതൽ സർഫസ് ടെൻഷൻ ഉള്ളത്. നിങ്ങൾ എപ്പോഴും ഈ ഓപ്ഷനിൽ മെർക്കുറി ഉണ്ടോ എന്ന് നോക്കിക്കൊള്ളണം. മെർക്കുറി ഉണ്ടെങ്കിൽ മെർക്കുറിക്കാണ് ഏറ്റവും കൂടുതൽ സർഫസ് ടെൻഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ മെർക്കുറി ഇല്ല. അത് കഴിഞ്ഞാൽ ആരാണ്? വാട്ടറിനാണ്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഫോർ മോസ്റ്റ് കോമൺ ലിക്വിഡ്സ് സർഫസ് ടെൻഷൻ്റെ അളവാണ് ആ താഴെ കൊടുത്തേക്കുന്നത്. ഏറ്റവും കൂടുതൽ വാട്ടർ, അത് കഴിഞ്ഞാൽ ഗ്ലിസറിൻ, അത് കഴിഞ്ഞാൽ കെറോസിൻ, അത് കഴിഞ്ഞാൽ ആൽക്കഹോൾ. മെർക്കുറി ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ആദ്യം മെർക്കുറി വന്നേനെ. അടുത്ത ചോദ്യം, വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ ദ സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് ഡാഷ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷന് എന്ത് പറ്റുന്നു എന്നാണ് ചോദ്യം. എന്ത് പറ്റുന്നു? ഡിക്രീസ് ചെയ്യുന്നു. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. T is equal to T0 into 1 minus alpha T, a positive constant. T falls as temperature rises. നമ്മൾ പറഞ്ഞതാണ് എന്താണ്? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സർഫസ് ടെൻഷൻ കുറയും. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. ദ റൈസ് ഓഫ് ലിക്വിഡ് ഇൻ എ കാപ്പിലറി ട്യൂബ് ഡിപ്പെൻഡ്സ് ഓൺ ഡാഷ്. അതായത് ഒരു കാപ്പിലറി ട്യൂബിലൂടെയുള്ള ലിക്വിഡിൻ്റെ റൈസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദ്യം. എന്തിനെയൊക്കെയാണ്? നമുക്കറിയാം എന്താണ് കാപ്പിലറി റൈസ്. H കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? 2T cos θ ഡിവൈഡഡ് ബൈ R rho G അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ കറക്റ്റായിട്ട് വരുന്നത് ഏതാണ്? സർഫസ് ടെൻഷൻ, ഡെൻസിറ്റി ആൻഡ് റേഡിയസ് അല്ലേ. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് വന്നിരുന്നെങ്കിൽ അതും വന്നേനെ. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ അതില്ല. അതുകൊണ്ട് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, സോപ്പ് ഡിക്രീസസ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ ബിക്കോസ് ഡാഷ്. അതായത് സോപ്പ് ആഡ് ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ കുറയുന്നു. കാരണം എന്തെന്നാണ് ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് റെഡ്യൂസസ് കൊഹസീവ് ഫോഴ്സസ്. അതായത് കൊഹസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ. സെയിം കൈൻഡ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ്. അതായത് ഇവിടെ വാട്ടർ മോളിക്യൂൾസിൻ്റെ തമ്മിലുള്ള അട്രാക്ഷൻ സോപ്പ് ആഡ് ചെയ്യുമ്പോൾ കുറയുന്നു. അതുവഴി എന്തും കുറയുന്നു? സർഫസ് ടെൻഷനും കുറയുന്നു. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിക്വിഡ്സ് വിൽ ഹാവ് മാക്സിമം കാപ്പിലറി റൈസ് ഇൻ എ ഗിവൻ ട്യൂബ്. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ലിക്വിഡിനായിരിക്കും മാക്സിമം കാപ്പിലറി റൈസ് ഉണ്ടാവുക എന്നാണ് ചോദ്യം. അപ്പോൾ മാക്സിമം കാപ്പിലറി റൈസ് ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ നമുക്ക് കണ്ടീഷൻസ് ഉണ്ട്? ഇവിടെ ലിക്വിഡ്സ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ലിക്വിഡിൻ്റെ എന്തൊക്കെ പ്രത്യേകതകളായിരിക്കും? ലിക്വിഡിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് <90 ഡിഗ്രി ആയിരിക്കണം. അല്ലെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഏറ്റവും കുറഞ്ഞ ആളായിരിക്കും ഏറ്റവും കൂടുതൽ റൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആരാണ്? വാട്ടറാണ്. വാട്ടർ വെറ്റ്സ് ഗ്ലാസ് അല്ലേ. തീറ്റ is equal to <90 ഡിഗ്രി, ഹാസ് ഹയർ T ദാൻ ആൽക്കഹോൾ, സോ ഗ്രേറ്റർ റൈസ്. അതായത് വാട്ടർ ആയിരിക്കും ഏറ്റവും കൂടുതൽ റൈസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇൻസെക്ട്സ് ക്യാൻ വോക്ക് ഓൺ സർഫസ് ഓഫ് വാട്ടർ ഡ്യൂ ടു ഡാഷ്. അതായത് ഇൻസെക്ട്സിനൊക്കെ എന്താണ്? വാട്ടർ സർഫസിലൂടെ നടക്കാൻ കഴിയുന്നതിന് കാരണം എന്തെന്നാണ് ചോദ്യം. എന്താണ്? സർഫസ് ടെൻഷനാണ് കാരണം. സർഫസ് ഫിലിം ആക്ട്സ് ലൈക്ക് സ്ട്രെച്ച്ഡ് എലാസ്റ്റിക് മെംബ്രെയിൻ സപ്പോർട്ടിംഗ് ലൈറ്റ് ബോഡീസ്. അതായത് വളരെ ഭാരം കുറഞ്ഞ വസ്തുക്കൾക്കൊക്കെ എന്താണ്? സർഫസിൽ നിൽക്കാൻ പറ്റും. കാരണം എന്താണ്? സർഫസ് ഒരു സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ ബിഹേവ് ചെയ്യുന്നതുകൊണ്ടാണ്. അടുത്ത ചോദ്യം, ഇൻ കാപ്പിലറി റൈസ് ദ ഹൈറ്റ് H ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡാഷ്. അതായത് കാപ്പിലറി റൈസിൽ H അഥവാ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാണ് ചോദ്യം. അതായത് ഹൈറ്റ് കൂടുമ്പോൾ ആര് കുറയും അല്ലെങ്കിൽ ഹൈറ്റ് കുറയുമ്പോൾ ആര് കൂടും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആരെന്നാണ് ചോദ്യം. ആരാണ്? റേഡിയസ് ഓഫ് ട്യൂബാണ് അല്ലേ. ഹൈറ്റ് റേഡിയസ് ഓഫ് ട്യൂബുമാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. കാരണം എന്താണ്? റേഡിയസ് കുറയുന്നതനുസരിച്ച് ഹൈറ്റ് കൂടും. അടുത്ത ചോദ്യം, ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ഗ്ലാസ് ആൻഡ് മെർക്കുറി ഈസ് ഡാഷ്. അതായത്
ഗ്ലാസും മെർക്കുറിയും തമ്മിലുള്ള ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എത്രയെന്നാണ് ചോദ്യം. എന്താണ് ഉത്തരം? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ് ആൻസർ എന്ന് പറയുന്നത്. മെർക്കുറി ഡസ് നോട്ട് വെറ്റ് ദ ഗ്ലാസ്, അതിൻ്റെ ആംഗിൾ ഏകദേശം 135 ഡിഗ്രി ആയിട്ടൊക്കെ വരും കേട്ടോ. അടുത്ത ചോദ്യം, സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു ഡാഷ്. അതായത് സർഫസ് ടെൻഷൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഫോഴ്സ് കാരണമാണ് ഉണ്ടാവുന്നതെന്നാണ് ചോദ്യം. ഏത് ഫോഴ്സാണ്? കൊഹസീവ് ഫോഴ്സസ് കാരണമാണ് ഉണ്ടാവുന്നത്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. സർഫസ് മോളിക്യൂൾസ് ആർ പുൾഡ് ഇൻവേർഡ് ബൈ കൊഹസീവ് അട്രാക്ഷൻ, ദാറ്റ് ഈസ് സർഫസ് ടെൻഷൻ അറൈസസ്. അതായത് സർഫസിലുള്ള മോളിക്യൂൾസ് കൊഹസീവ് അട്രാക്ഷൻ കാരണം, അതായത് ബാക്കി വാട്ടർ മോളിക്യൂൾസിൻ്റെ അട്രാക്ഷൻ കാരണം ഇൻവേർഡായിട്ട് പുള്ള് ചെയ്യപ്പെടുന്നു. അതുമൂലമാണ് എന്തുണ്ടാവുന്നത്? സർഫസ് ടെൻഷൻ ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് എ ലിക്വിഡ് ഡ്രോപ്സ് ബ്രേക്സ് ഇൻ ടു 8 സ്മാളർ ഡ്രോപ്ലെറ്റ്സ് ഇറ്റ്സ് ടോട്ടൽ സർഫസ് ഏരിയ ബിക്കംസ് ഡാഷ്. അതായത് ഒരു വലിയ ലിക്വിഡ് ഡ്രോപ്പ് ബ്രേക്ക് ചെയ്ത് 8 ചെറിയ സ്മോളർ ഡ്രോപ്ലെറ്റ്സായി മാറിയാൽ അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് 2 ടൈംസ് ആണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു ദ ഒറിജിനൽ. അതായത് ഒറിജിനലിൻ്റെ 2 ഇരട്ടി ടോട്ടൽ സർഫസ് ഏരിയ ആയിരിക്കും. അതായത് ഇവിടെ ഒരു വലിയ ലിക്വിഡ് ഡ്രോപ്പ് ബ്രേക്ക് ചെയ്ത് 8 തുള്ളികളായി മാറിയെങ്കിലും ടോട്ടലായിട്ട് അതിൻ്റെ സർഫസ് ഏരിയ എടുക്കുമ്പോൾ ആദ്യത്തേതിൻ്റെയൊന്നും ഇരട്ടിയായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ടോട്ടൽ ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു n റൈസ് ടു 1/3 ഫോർ n ഈസ് ഈക്വൽ ടു 8. 8 എടുക്കാൻ കാരണം എന്താ? 8 സ്മാളർ ഡ്രോപ്ലെറ്റ്സ് ആണ്. ഏരിയ ഡബിൾസ് അല്ലേ? അപ്പോൾ 8 റൈസ് ടു 1/3 എന്ന് വെച്ചാൽ എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് 8. അതെന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു ഒറിജിനലാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ വർക്ക് ഡൺ ഇൻ ഇൻക്രീസിങ് ദ ഏരിയ ഓഫ് എ സോപ്പ് ഫിലിം ഈസ് ഗിവൻ ബൈ ഡാഷ്. അതായത് ഒരു സോപ്പ് ഫിലിമിൻ്റെ ഏരിയ കൂട്ടുമ്പോഴുള്ള വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല എന്തെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്കറിയാം വർക്ക് ഡൺ എന്താണ്? ടി എ, ഇ ഈസ് ഈക്വൽ ടു ടി എ എന്ന് പറഞ്ഞൊക്കെ നമ്മൾ റിലേഷൻ പഠിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ ടി ഡെൽറ്റ എ ഉണ്ട്, പക്ഷെ അത് എഴുതിയ എന്തായി പോവും? തെറ്റിപ്പോവും. കാരണം എന്താണ്? ഇവിടെ സോപ്പ് ഫിലിം എന്നാണ് തന്നിരിക്കുന്നത്. സോപ്പ് ഫിലിം മീൻസ് നമ്മുടെ ബബിളില്ലേ അത്. അപ്പോൾ അതിന് 2 സർഫസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 2 സർഫസ്? ഔട്ട്സൈഡ് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സർഫസും ഇൻസൈഡ് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സർഫസും. ഇൻസൈഡ് എയർ എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, ആ ബബിളിൻ്റെ അകത്ത് എന്താണ്? എയർ ട്രാപ്പായിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇതിന് 2 സർഫസ് ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു ടി ഇൻറ്റു ഡെൽറ്റ എ ആണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി ഓഫ് എ ലിക്വിഡ് ആർ ഡാഷ്. അതായത് ഒരു ലിക്വിഡിൻ്റെ സർഫസ് ടെൻഷനും സർഫസ് എനർജിയും തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടും ഈക്വൽ ആയിരിക്കും. ന്യൂമറിക്കലി ഈക്വൽ ആയിരിക്കും. ബോത്ത് റെപ്രസെൻറ്റ്സ് എനർജി പെർ യൂണിറ്റ് ഏരിയ, ദാറ്റ് ഈസ് 1 ന്യൂട്ടൺ പെർ മീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ജൂൾ പെർ മീറ്റർ സ്ക്വയർ. രണ്ടും ന്യൂമറിക്കലി ഈക്വൽ ആണ്. അടുത്ത ചോദ്യം, എ സ്മാൾ നീഡിൽ ക്യാൻ ഫ്ലോട്ട് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ ഡ്യൂ ടു ഡാഷ്. അതായത് ചെറിയൊരു സൂചിക്ക് വാട്ടർ സർഫസിൽ മുങ്ങിപ്പോവാതെ അതിൻ്റെ സർഫസിൽ തന്നെ കിടക്കാൻ സാധിക്കും. അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? വാട്ടറിന് സർഫസ് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സാധ്യമാകുന്നത്. അപ്പോൾ ഈ ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസും എവിടെ ചോദിച്ചിട്ടുണ്ട്? PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ സർഫസ് ഏരിയ ഓഫ് എ ലിക്വിഡ് ഫിലിം ഈസ് ഇൻക്രീസ്ഡ് ബൈ 0.02 മീറ്റർ സ്ക്വയർ ആൻഡ് സർഫസ് ടെൻഷൻ ഈസ് 0.07 ന്യൂട്ടൺ പെർ മീറ്റർ, ഫൈൻഡ് ദ വർക്ക് ഡൺ. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഒരു ലിക്വിഡ് ഫിലിമിൻ്റെ, ലിക്വിഡ് ഡ്രോപ്പ് അല്ല, ലിക്വിഡ് ഫിലിമാണ്. അപ്പോൾ എന്താണ്? 2 സർഫസ് ഉണ്ടെന്ന് ആലോചിക്കണം. ഒരു ലിക്വിഡ് ഫിലിമിൻ്റെ ഏരിയ നമ്മൾ 0.02 ഇൻക്രീസ് ചെയ്യുന്നു. അതിൻ്റെ സർഫസ് ടെൻഷന് നമുക്ക് കൊടുത്തിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്. എത്രയാണ്? 0.07 ന്യൂട്ടൺ പെർ മീറ്റർ. അതിൻ്റെ വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഡൺ നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? W = 2T ഡെൽറ്റ എ അല്ലേ? 2T ഡെൽറ്റ എ. 2 വന്നത് എന്താണ്? ഇവിടെ ലിക്വിഡ് ഫിലിം ആയതുകൊണ്ടാണ് 2 വന്നത്. 2T ഡെൽറ്റ എ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം 2.8 × 10⁻³ ജൂൾ എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ദ പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഓൺ ദ സർഫസ് ഓഫ് എ ലിക്വിഡ് ഡാഷ്. അതായത്
ലിക്വിഡ് സർഫസിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് എന്താ അതിൻ്റെ ചേഞ്ച് അല്ലെങ്കിൽ എന്താ അതിൻ്റെ എഫക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും? മേ ഇൻക്രീസ് ഓർ ഡിക്രീസ് സർഫസ് ടെൻഷൻ, ഡിപ്പെൻഡ്സ് ഓൺ വെദർ ഇമ്പ്യൂരിറ്റി ഇൻക്രീസസ് ഓർ റെഡ്യൂസസ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ്. അപ്പോൾ നമുക്കറിയാം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു സോപ്പ് എന്ത് ചെയ്യും, സർഫസ് ടെൻഷൻ കുറയ്ക്കും. അതേ സ്ഥാനത്ത് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ നമ്മുടെ സോൾട്ട് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ കൂട്ടും. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റി സർഫസ് ടെൻഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്. അടുത്ത ചോദ്യം, ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഫോർ വാട്ടർ വിത്ത് ക്ലീൻ ഗ്ലാസ് ഈസ് ഡാഷ്. അതായത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലാസും അതേപോലെ വാട്ടറിൻ്റെയും ആംഗിൾ ഓഫ് കോണ്ടാക്ട് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. എത്രയായിരിക്കും? ഇറ്റ് ഷുഡ് ബി അക്യൂട്ട് ആംഗിൾ അല്ലേ, ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ഓഫ് കോണ്ടാക്ട്. കാരണം എന്താണ്, വാട്ടർ ഗ്ലാസ്സിന് വെറ്റിയിരിക്കണമെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എത്രയായിരിക്കണം? 90 ഡിഗ്രിയേക്കാളും കുറവായിരിക്കണം. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. വാട്ടർ വെറ്റ്സ് ഗ്ലാസ്, തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ടു 30 ഡിഗ്രി. എന്താണ് ആംഗിൾ എന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് 0 ഡിഗ്രി മുതൽ 30 ഡിഗ്രി ആ ഒരു റേഞ്ചിലായിരിക്കും വരിക. അടുത്ത ചോദ്യവും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ മെർക്കുറി ആൻഡ് ഗ്ലാസ് ഈസ് ഡാഷ്. അതായത് മെർക്കുറിയും ഗ്ലാസും തമ്മിലുള്ള ആംഗിൾ ഓഫ് കോണ്ടാക്ട് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്, ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. കൊഹിഷൻ ഗ്രേറ്റർ ദാൻ അഡീഷൻ, സോ മെർക്കുറി ഡസൻ വെറ്റ് ദ ഗ്ലാസ്. എന്താണ്, മെർക്കുറിയിൽ ഏറ്റവും കൂടുതൽ കൊഹസീവ് ഫോഴ്സാണ്, അഡീസീവ് ഫോഴ്സിനേക്കാളും കൊഹസീവ് ഫോഴ്സാണ് മെർക്കുറിയിൽ കൂടുതൽ. അതുകൊണ്ട് തന്നെ മെർക്കുറി എന്ത് ചെയ്യുന്നില്ല, ഗ്ലാസ്സിനെ വെറ്റ് ചെയ്യിക്കുന്നില്ല. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ദ റേഡിയസ് ഓഫ് എ കാപ്പിലറി ട്യൂബ് ഈസ് ഹാഫ്ഡ്, ദ റൈസ് ഓഫ് ലിക്വിഡ് ഇൻ ഇറ്റ് ഈസ് ഡാഷ്. അതായത് നമ്മൾ ഒരു കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് പകുതിയാക്കുന്നു, ഇപ്പോൾ ഉള്ള റേഡിയസിനേക്കാളും കുറയ്ക്കുന്നു എങ്കിൽ കാപ്പിലറി റൈസ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. എന്തായിരിക്കും? കൂടുമോ കുറയോ എന്നറിയാലോ നിങ്ങൾക്ക്. എന്താണ്, റേഡിയസ് കുറയുമ്പോൾ കാപ്പിലറി റൈസ് കൂടും. എത്രത്തോളം നാരോ ആയിരിക്കുമോ റൈസ് അത്രത്തോളം കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കൂടുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഏതാണ്? ഡബിൾസ് ആണ്. കാരണം എന്താ? H പ്രൊപ്പോർഷണൽ ടു 1/r, ഓർ വി ക്യാൻ സേ ഹൈറ്റ് ഈസ് ഓർ കാപ്പിലറി റൈസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. അപ്പോൾ റേഡിയസ് പകുതിയാക്കിയാൽ കാപ്പിലറി റൈസ് H ഇരട്ടിയാകും. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഹാവ് മാക്സിമം കാപ്പിലറി റൈസ് ഇൻ എ ഗിവൻ ട്യൂബ്. അതായത് ഒരു കാപ്പിലറി ട്യൂബ് തന്നാൽ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ റൈസ് ആവുന്നത് എന്നാണ് ചോദ്യം. ഏതായിരിക്കും? വാട്ടറാണ്. വാട്ടറിന് എന്താ കാരണമെന്നറിയാലോ? തീറ്റ സ്മോൾ ഫോർ വാട്ടർ ആൻഡ് ഹൈ സർഫേസ് ടെൻഷൻ ഗ്രേറ്റർ റൈസ്. പക്ഷേ മെർക്കുറിക്കല്ലേ വാട്ടറിനേക്കാളും സർഫേസ് ടെൻഷൻ കൂടുതൽ. പിന്നെ എന്താ മെർക്കുറി റൈസ് ആവാത്തേ? കാരണം ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്താണ് മെർക്കുറിയുടേത്? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കാപ്പിലറി റൈസിന് പകരം ഫോളാണ് സംഭവിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. സോപ്പ് സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് ബിക്കോസ് ഇറ്റ് ഡാഷ്. അതായത് നമ്മൾ ക്ലീനിങ്ങിനൊക്കെ സോപ്പ് സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത് പ്ലെയിൻ വാട്ടറിനെക്കാളും. കാരണം എന്തെന്നാണ് ചോദ്യം. എന്താണ്? ബിക്കോസ് ഇറ്റ് ഡിക്രീസസ് ദ സർഫേസ് ടെൻഷൻ ഓഫ് വാട്ടർ. സോപ്പ് സൊല്യൂഷൻ എന്ത് ചെയ്യും? വാട്ടറിൻ്റെ സർഫേസ് ടെൻഷൻ കുറയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്, ഈ സെയിം ഐഡിയയിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആവുന്നുണ്ട്, പക്ഷെ പല രീതിയിൽ ചോദിച്ചേക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. സോപ്പ് മോളിക്യൂൾസ് റെഡ്യൂസ് കൊഹിഷൻ. എന്താണ്? സോപ്പ് മോളിക്യൂൾസ് വാട്ടറിൻ്റെ കൊഹിഷൻ കുറയ്ക്കുന്നു. അതായത് വാട്ടർ മോളിക്യൂൾസിൻ്റെ തമ്മിലുള്ള അട്രാക്ഷൻ കുറയ്ക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റും? സർഫേസ് ബിക്കംസ് മോർ ഫ്ലെക്സിബിൾ. എന്താണ്? സർഫേസ് ടെൻഷൻ കുറയുന്നു, സർഫേസ് ബിക്കംസ് മോർ ഫ്ലെക്സിബിൾ. അതുകൊണ്ട് ഡേർട്ട് ഈസിലി റിമൂവ് ആവുന്നു. അടുത്ത ചോദ്യം നോക്കാം. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സർഫസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ് ബിക്കം 0 ഈസ് കോൾഡ് ഡാഷ്. അതായത് ഏത് ടെമ്പറേച്ചറിലാണോ ഒരു ലിക്വിഡിൻ്റെ സർഫസ് ടെൻഷൻ 0 ആവുന്നത് ആ ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. എന്താണ്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണേ. അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലിക്വിഡ് ആൻഡ് വേപ്പർ വാനിഷസ്, സോ നോ സർഫസ്. എന്താണ്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ എന്താണ്? ലിക്വിഡും വേപ്പറും തമ്മിലുള്ള ആ വ്യത്യാസം തീർന്നു. അതായത് ലിക്വിഡ് അങ്ങ് വേപ്പറായിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ്? അവിടെ സർഫസ് ഇല്ല. അതുകൊണ്ട് തന്നെ സർഫസ് ടെൻഷൻ ഇല്ല.
അടുത്ത ചോദ്യം നോക്കാം. ദ സർഫസ് ടെൻഷൻ ഓഫ് ഹോട്ട് വാട്ടർ ഈസ് ഡാഷ്. അതായത് ഒരു ചൂടുവെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. എങ്ങനെയായിരിക്കും? ഇവിടെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്താണ്? മോർ ദാൻ കോൾഡ് വാട്ടർ, ലെസ് ദാൻ കോൾഡ് വാട്ടർ, സെയിം ആസ് കോൾഡ് വാട്ടർ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. അതെന്തായിരുന്നാലും അല്ല. എന്താണ്? ടെമ്പറേച്ചറിനെ നമ്മുടെ സർഫസ് ടെൻഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയും. അപ്പോൾ ഇവിടെ ഹോട്ട് വാട്ടറാണ്. ഹോട്ട് വാട്ടറിന് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, അപ്പോൾ സർഫസ് ടെൻഷൻ കുറവായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ്? ലെസ് ദാൻ കോൾഡ് വാട്ടർ. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഹീറ്റിംഗ് വീക്കൻസ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ്. എന്താണ്? ഹീറ്റ് ചെയ്യുന്നത് കാരണം ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് വീക്ക് ആവുന്നു. ദാറ്റ് റെഡ്യൂസസ് ദ സർഫസ് ടെൻഷൻ. അത് കാരണം സർഫസ് ടെൻഷൻ കുറയുന്നു. അടുത്ത ചോദ്യം നോക്കിക്കേ. കാപ്പിലറി റൈസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഡാഷ്. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനെയാണ് കാപ്പിലറി റൈസ് ഡിപ്പെൻഡ് ചെയ്യാത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ വരേണ്ടത് എന്താണ്? കാപ്പിലറി റൈസിൻ്റെ ഫോർമുലയാണ് മനസ്സിൽ വരേണ്ടത്. അപ്പോൾ എന്താണ്? H=2T cos θ ഡിവൈഡഡ് ബൈ R rho g. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ ഇല്ലാത്ത ടേം ഏതാണെന്ന് നോക്കിയാൽ പോരെ. ഏതാണ്? സർഫസ് ടെൻഷൻ ഉണ്ട്, ടി ഉണ്ട്, ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട്, തീറ്റ ഉണ്ട്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഉണ്ട്, റോ ഉണ്ട്, ലെങ്ത് ഓഫ് കാപ്പിലറി അതുണ്ടോ? ഇല്ല. അപ്പോൾ ലെങ്ത് ഓഫ് കാപ്പിലറിയാണ് നമ്മുടെ ആൻസർ. കാപ്പിലറി റൈസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? കാപ്പിലറി ട്യൂബിൻ്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം. സർഫസ് ടെൻഷൻ ആക്ട്സ് ഡാഷ്. അതായത് സർഫസ് ടെൻഷൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ഒരു ലിക്വിഡ് സർഫസിൽ എന്നാണ് ചോദ്യം. എങ്ങനെയാണ്? നമ്മൾ ആദ്യമേ ഡെഫിനിഷൻ പഠിക്കുമ്പോഴേ പഠിക്കും. എന്താണ്? ടാൻജൻഷ്യലി ടു ദ ലിക്വിഡ് സർഫസ്. ലിക്വിഡ് സർഫസിന് ടാൻജൻഷ്യലായിട്ടാണ് ആരെ ആക്ട് ചെയ്യുന്നത്? സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. ആൾവേസ് ആക്ട്സ് അലോങ് ദ സർഫസ് ട്രൈങ് ടു മിനിമൈസ് ദ ഏരിയ. എന്താണ്? എപ്പോഴും സർഫസിന് എലോങ് ആയിട്ട് സർഫസിൻ്റെ അതേ ഇതിൽ ആക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ PYQs ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വിസ്കോസിറ്റി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്